ജാതി മതം എന്നുള്ളത് ഞാൻ അതിനെ ആ 1% ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സർവേയിൽ 28,000 ചിലപ്പോൾ വെളിപ്പെടുത്താത്തായിരിക്കും. ആളുകൾക്ക് പറയാൻ മടിയുണ്ടാവും, ഞാൻ ഇത് പരിഗണിച്ചായിരിക്കും വോട്ട് ചെയ്യുക എന്ന് പറയാൻ മടിയുണ്ടാവും. ഞാൻ വിചാരിക്കുന്നത് ഡെഫിനറ്റ്ലി അതൊരു പരിഗണനാ വിഷയമാകും വോട്ട് ചെയ്യുമ്പോൾ എന്നാണ്. ഞങ്ങളുടെ വിഭാഗത്തെ മതിയായ വിധത്തിൽ ഈ മുന്നണികൾ പരിഗണിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞങ്ങളെ പരിഗണിക്കുന്നുണ്ടോ എന്നൊരു പരിശോധന ഓരോ വിഭാഗത്തിൽപ്പെട്ട ആളുകളും നടത്തും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് അതിനെ ഞാൻ വേണ്ട രീതിയിൽ എന്താ പറയുക, അത് ഞാൻ വിശ്വാസത്തിലെടുക്കുന്നില്ല. അതുപോലെ ശബരിമലയുടെ കാര്യത്തിലും എനിക്ക് ചെറിയ ഡൗട്ടുണ്ട്. ശബരിമല ഒരു പക്ഷേ ഒരു വിഷയമായേക്കാം. ഈ പറയുന്ന 3% അല്ലെങ്കിൽ 4% നിൽക്കണമെന്നില്ല. അത് കുറെ കൂടെ വലിയ അർത്ഥത്തിലേക്ക് അത് വന്നേക്കാം എന്നൊരു തോന്നൽ എനിക്കുണ്ട്. പക്ഷേ ഇപ്പോൾ ഓഫ് ലേറ്റ് ശബരിമല ആരും വലിയ തോതിൽ ഉന്നയിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. ഇപ്പോൾ സ്വർണ്ണക്കൊള്ള എന്നിടയ്ക്ക് പറയുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഗ്രാവിറ്റിയിലേക്ക് അത് എത്തുന്നില്ല. അതുപോലെ ശബരിമലയിലെ ഈ പ്രായപരിധിയില്ലാത്ത സ്ത്രീകളുടെ പ്രവേശം സംബന്ധിച്ചുള്ള നിലപാട് ദേവസ്വം ബോർഡ് മാറ്റിയത് ഒക്കെ അത് ഇതിന് ശേഷമാണെന്ന് തോന്നുന്നു, ഈ സർവേ കാലഘട്ടത്തിന് ശേഷമാണെന്ന് തോന്നുന്നു. പക്ഷേ എങ്കിൽ പോലും ആ ഒരു സൂചന ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു പക്ഷേ ഈ സർവേയെ സ്വാധീനിച്ചിട്ടുണ്ടാവാം എന്നെനിക്ക് തോന്നുന്നു.